യൂട്യൂബിൽ തന്നെ ഒരു 10,000 മന്തി റെസിപ്പി ഉണ്ട്. അപ്പോൾ ഞാനായിട്ടൊരു മന്തി റെസിപ്പിൻ്റെ കുറവ് വേണ്ട. അപ്പോൾ ഈ റമദാനായിട്ട് ഒരു ഈസി ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു മന്തി റെസിപ്പി ആയാലോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ. അപ്പോൾ ഞാനിവിടെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുള്ള ചിക്കൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ പ്ലേറ്റിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഹാഫ് ബെൽ പെപ്പർ, ക്യാപ്സിക്കം, പിന്നെ 2 മാഗി ക്യൂബ്, പിന്നെ ചെറിയ ജീരകം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, നല്ല പേസ്റ്റ് പോലെയാണ്, ചതച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ നുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ അതിൽ നമ്മൾ ഉപ്പ് മാഗി ക്യൂബിലുള്ളത് കാരണം കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ഇത്തിരി 2 ടീസ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിലത്തെ ആ വെള്ളം ഇങ്ങനെ ഊർന്ന് വരും. അപ്പോൾ ഇടയ്ക്ക് നമ്മളതൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഫുള്ള് വെള്ളം വറ്റുന്നത് വരെ നമ്മൾ ഈ ചിക്കൻ അതിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഈ ചിക്കൻ വെന്ത് വരുന്ന ടൈം കൊണ്ട് ചോറുണ്ടാക്കാം. അപ്പോൾ ചോറ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ കുറച്ച് സ്പൈസസ് ഈ പ്ലേറ്റിൽ കാണുന്ന പോലെ, പിന്നെ കുറച്ച് സവാള, കുറച്ച് തക്കാളി, പിന്നെ ഒരു മാഗി ക്യൂബ്. അത് ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 4 കപ്പ് അല്ലെങ്കിൽ 4.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിൽ ലാസ്റ്റ് പോർഷൻ അതൊന്ന് അറേഞ്ച് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചിക്കൻ വേവിച്ച ആ പാത്രത്തിലോട്ട് ഈ റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ആ ചിക്കൻ ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നമ്മളിതിൽ സ്മോക്കൊന്നും ചെയ്യണില്ല. അപ്പോൾ അത് ഭംഗിക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മന്തി റെഡിയാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ.